Exclusive collection from Best Brand Brahma Women's Exclusive Wear Payad Thiruvananthapuram. Hello everyone, welcome to MT Malayalam Tutorial. MT അരുണേട്ടൻ മലയാളം ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഹായ്, എൻ്റെ പേര് അരുൺ ലൂതസ്. ഞാനൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഷൻ ഗ്രാഫിക്സിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ട്രെയിനിങ് ഞാൻ തരുന്നതാണ്. Hello everyone, welcome to MT Malayalam Tutorial. ഓക്കെ, പ്ലേ ആയി കഴിഞ്ഞു. നമുക്ക് ഇതെന്താ ചെയ്യുന്നത്, ഇതിങ്ങനെ വന്നിട്ട് കറങ്ങി വന്നിട്ട് ഇവിടെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ റൊട്ടേറ്റ് പോകില്ലേ. ഇപ്പോൾ ഇവിടെ വരെ ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇവിടെ ഒരു എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ വേണം, അല്ലാതെ നമുക്കൊരു രസമില്ല ആക്ച്വലി ഇത് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു ഇത് വെച്ചാലോ ഒരു ടെക്സ്റ്റ് ഇടാം. ഓക്കെ, നമുക്കൊരു കോംബ് എടുക്കുക. അതിനകത്ത് 1 2 0 10 സെക്കൻഡ് TEXT ടെക്സ്റ്റ് എന്നടിക്കുക. ഓക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. MAKING മേക്കിംഗ് 3D TV. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പഴയത് എടുത്തുണ്ടോ അതിനെ റീസെറ്റ് അവിടെ കിടക്കുന്നതെന്നുള്ളൂ. നമുക്കൊരു 50 എഴുതാം. ഓക്കെ, ഇവിടെ ഗ്രേ, നമുക്കിതിനകത്ത് ടെക്സ്റ്റ് കളർ. ഓക്കെ, 3D TV. ഓക്കെ, 3D TV ഞാൻ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാരഗ്രാഫ് പോവുക, സെൻറ്റർ ആക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് നേരെ സെൻറ്ററിലൂടെ കൊണ്ടുവരിക. എന്നിട്ട് ക്യാരക്ടർ ഓൺ ആക്കുക. എന്നിട്ട് ഇതിനകത്ത് 500 അല്ല 50 124 ഇതിലാക്കുക. എന്നിട്ട് ഫോണ്ടിൻ്റെ പേര് ഗോതം ഫോണ്ടാണ്. നമുക്ക് അതിനെ ഒരു ബോൾഡ് ആക്കാം. എന്നാലും 3D ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു നല്ലൊരു കട്ടി ഇഫക്റ്റ് വരുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ബോൾഡ് നമുക്ക് എക്സ്ട്രാ ബോൾഡ് ഉണ്ട്. ഇത് നമുക്ക് ക്യാപ്സ് ലോക്ക്, ഓൾ ടെക്സ്റ്റ് നമുക്ക് ക്യാപ്സ് ലോക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ Ctrl D അടിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഓഫ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ക്യാപ്സ് ലോക്ക് ഇട്ട് നമ്മൾ ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ക്യാപ്സ് ലോക്ക് ഇടാതെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിപ്പോൾ ക്യാപ്സ് ലോക്ക് ടക്ക് 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 ടൈപ്പ് ചെയ്ത് ക്യാപ്സ് ലോക്ക് ഇല്ലാതെ, എന്നിട്ട് ക്യാപ്സ് ലോക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ചെയ്തതിന് ശേഷം ക്യാപ്സ് ലോക്ക് കൊടുത്താലും മതി. ഈ ഫോട്ടോഷോപ്പിൽ ഇതുപോലെ ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ പിടിച്ച് വലുതാക്കുക. മേക്കിംഗ് 3D ടെക്സ്റ്റ്. എന്നിട്ട് ബോൾഡ് ഇറ്റാലിക് കൊടുക്കണമെങ്കിൽ ഇറ്റാലിക് കൊടുക്കുക. ഇതിന് ബോൾഡ് കൊടുക്കണമെങ്കിൽ ബോൾഡ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ബോൾഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്കിതിനെ കളറ് നമുക്കൊരു മഞ്ഞ കൊടുക്കാം. എന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിനെ പിടിച്ചിട്ട് ഈ കളറിന് ഒരു മഞ്ഞ കളർ കൊടുക്കുക. ഇതിനെ പിടിച്ചിട്ട് ഒരു ചെറിയൊരു മഞ്ഞ. ഓക്കെ, Ctrl S. അത് കഴിഞ്ഞ ശേഷം ഇത് ക്ലിക്ക് ചെയ്യുക. ഫയലെടുത്ത് ഇൻക്രിമെൻറ്റ്സ് എടുക്കുക. അത് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇതിൻ്റെ ഔട്ട് ലെയർ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ കേർണിങ് ശരിയാക്കുക. ആൾട്ട് ലെഫ്റ്റ് ആരോ അടിക്കുമ്പോൾ നമുക്ക് ഓരോ ഫ്രെയിം ബൈ ഓരോ സ്പേസ് ആയിട്ട് ഇങ്ങനെ ചാടിങ്ങനെ പോകും. ശരി, നോക്കിക്കോ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് മാറണമെങ്കിൽ റൈറ്റ് ആരോ ആൾട്ട് പ്രസ് ചെയ്ത് റൈറ്റ് ആരോ ഇതിൻ്റെ ഇടയിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ അങ്ങോട്ട് നിൽക്കുക. വെറും ആരോ മാറ്റുക. എന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് പ്രസ് ചെയ്യുക. ഓക്കെ, റൈറ്റ് മൗസ് പ്രസ് ചെയ്താൽ ഇങ്ങനെ പോകും, ലെഫ്റ്റ് മൗസ് പ്രസ് ചെയ്താൽ ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ പിന്നെ അടുത്ത് ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ 2 3 കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുത്തോ. അതൊരു സ്റ്റൈലായിക്കോട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. Ctrl S അടിക്കുക. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ ലെയർ നമുക്കൊരു കളർ ചേഞ്ച് ചെയ്യാം. അതാണ്ട് ഇതിനാണ് സ്ട്രോക്ക് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട് കളറും ഇത് ഔട്ടർ കളറും. ഞാൻ ഡിഫറൻസ് മനസ്സിലാക്കി തരാം. ഇതിൻ്റെ ഈ കളർ എടുത്ത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ കളർ മതി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെ വലുതാക്കി കൊടുക്കുക. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ സ്ട്രോക്ക് അതിൻ്റെ മുകളിലൂടെ കയറി വരുന്നുണ്ട്. ഈ സ്ട്രോക്ക് പുറകിൽ വരാൻ വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ തൊട്ട് താഴെ ഫിൽ ഓവർ ആൾ സ്ട്രോക്സ്, എല്ലാ സ്ട്രോക്കിൻ്റെയും പുറകിൽ വരണം. എല്ലാ ടെക്സ്റ്റിൻ്റെയും പുറകിൽ വരണം. അപ്പോൾ പുറകിൽ നാട്ടിങ്ങനെ വരും കേട്ടോ. ഇനി എന്തെങ്കിലും ചെയ്യുക വെച്ചാൽ നമുക്കിതിനെ 3D ആക്കുക.
ഇതിനെ ഈ കോമ്പിനെ നമുക്ക് ഈ ഒരു കോമ്പ് എടുത്തിട്ട് എഡിറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. എഡിറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ലെയറിൻ്റെ ഔട്ടിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഇത് കണക്ഷൻ ലെയർ കാണാൻ പറ്റും. ഈ ലെയർ നമുക്കൊരു സെപ്പറേറ്റ് കോമ്പ് ലെയറായിട്ട് കിട്ടി. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിതിനെ 3D ആക്കുന്നു. ഇതൊരു ഒരു 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 ഫേക്ക് 3D പോലെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ക്യാമറ എടുക്കുക, ഓണാക്കുക, അതിനകത്ത് 15 ഓണാക്കുക, 15 ഓക്കെ. എന്നിട്ട് ടോപ്പ് ലെയർ ഓണാക്കുക. എന്നിട്ട് ഇതിനെ 3D ആക്കിയല്ലോ. ഫുള്ളായിട്ട് സൂം ചെയ്ത് സെൻറ്റർ മൗസ് ഫുള്ളായിട്ട് സൂം ചെയ്ത് വയ്ക്കുക. ഓക്കെ, Ctrl D. എന്നിട്ട് ഇതിനെ പുറകിലോട്ട് നീക്കി വയ്ക്കുക. ഫുള്ള് സൂം ചെയ്തതിന് ശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ Ctrl D. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ലെയർ. പിന്നെ നമ്മളിപ്പോൾ ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഓക്കെ, അതായത് ഇത് ഫ്രണ്ടിലോട്ടുള്ള ലെയറിൽ എങ്ങനെ ചെയ്യുക, പുറകിലോട്ടുള്ള ലെയർ ഇതിൻ്റെ പുറകിൽ താഴോട്ട് വയ്ക്കാം. Ctrl D ഇതിനെ സെലക്ട് ചെയ്യുക. 1 2 3 Ctrl D. ലാസ്റ്റ് 1 2 3 Ctrl D പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. 1 2 3 ലോട്ടസ് 1 2 3 എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. Ctrl D പ്രസ് ചെയ്യുക. ഇതിനെ പ്രസ് ചെയ്യുക. ലാസ്റ്റ് ലെയർ പിടിക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ആരോ മാർക്ക് പ്രസ് ചെയ്യുക. 1 2 3 കറക്റ്റ്. ഒരു അളവ് കറക്റ്റാಗಿ കിട്ടാൻ വേണ്ടിയാണ് ഈ 1 2 3 എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാക്റ്റിൽ കറക്റ്റ് അടിക്കുന്നത്. Ctrl D പ്രസ് ചെയ്യുക. ഒരു കോപ്പി, ഒരു ലാസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. 1 2 3 ആരോ മാർക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. Ctrl D പ്രസ് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. 1 2 3 ഓക്കെ. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇവിടുത്തെ ക്യാമറ വ്യൂ. എന്നിട്ട് നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ടോപ്പ് ഇപ്പോൾ ഇത്ര ഇരിക്കുകയല്ലേ, ഫുള്ളായിട്ട് സൂം ചെയ്യുക. എന്നിട്ട് കുറച്ചൊന്ന് പുറകിലോട്ടാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഈ ഇത്രയും ലെയർ ഉണ്ടല്ലോ, Ctrl D പ്രസ് ചെയ്യുക. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വരും. എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്യുക. ലെഫ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം സാധനം. എന്നിട്ട് ക്ലോസറുണ്ട്, ഓപ്പണറുണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പണർ. എന്നിട്ട് ഇതിന് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് ബ്ലൂ അടിച്ചു കൊടുക്കാം. അപ്പോൾ കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറച്ചൊന്ന് പുറകോട്ട് ഇവിടെ മൗസ് പിടിക്കുക. ഇത്രയും ലെയർ സെലക്ട് ചെയ്ത് വയ്ക്കില്ല. എന്നിട്ട് പതുക്കെ നീക്കി വയ്ക്കുക. ഒന്ന് കുറച്ചും കൂടെ ചെറുതായിട്ട് നിൽക്കുക. ഒരു ഊഹം. യെസ്, ഓൾമോസ്റ്റ് ആണ്. കുറച്ചുകൂടെ ഇതിൻ്റെ ലെയർ ഓക്കെ. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലെയർ, ഫ്രണ്ടിലത്തെ ലെയർ, അതായത് ഈ ലെയറിനെ വിട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ലെയറിലും ഫിൽ എന്നാണ് എഫക്റ്റ് ആഡ് ചെയ്യണം. അതായത് ഫസ്റ്റ് ലെയർ എന്താ വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് പ്രീസെറ്റ്സ് FILL Ctrl C എഫക്റ്റ് ആൻഡ് പ്രീസെറ്റിൽ ഈ ലെയറിൽ നമ്മൾ ഫില്ലടിക്കുക. ഓക്കെ, അപ്പോൾ ഫില്ല് കിട്ടുമ്പോൾ ഈ ഫില്ലിനെ നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. Ctrl C. എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ലെയറിൻ്റെയും ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റത്തെ അടിയിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് എല്ലാ ലെയറും സെലക്ട് ആകും. എന്നിട്ട് Ctrl V അടിക്കുക. അപ്പോൾ എല്ലാ ലെയറിലും നമുക്ക് എഫക്റ്റ് ആഡ് ആയത് കാണാം. നമുക്ക് ഇവിടെ കാണാം എഫക്റ്റ് ആഡ് ആയത്. അത് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ലെയർ ഒഴികെ ബാക്കി 2 ലെയർ, ഈ 2 ലെയറിൽ ഓക്കെ, ഈ ലെയറിലല്ലാതെ ഈ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എഫക്ട്സ് എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എഫക്ട്സ് ഉണ്ടോ, ഇതിനകത്ത് എഫക്ട്സ് ഉണ്ടോ, ഈ അടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല, കാരണം ഇതിനകത്ത് എഫക്റ്റ് ഇട്ടില്ല. ഇതിനെ പ്രസ് ചെയ്യുക, ഈ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഫക്ട്സ് എന്തെങ്കിലും നമുക്ക് ഷോർട്ട് കട്ടാണ്. ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെയർ സെലക്ട് ചെയ്യുക, ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ കുറച്ച് പൊക്കി വയ്ക്കുക. എന്നിട്ട് ഈ കളറിനെ ഈ കളറോട്ട് പാരൻ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കളർ മാറ്റുകയാണെങ്കിൽ നമുക്കുള്ള എല്ലാ കളറും ഒരുപോലെ മാറാൻ പറ്റും. ഓക്കെ, ക്ലിക്ക് ആൾട്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അനിമേഷൻ കീയുടെ മുകളിൽ നിൽക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് നേരെ ഈ കളറൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുമായിട്ട് പാരൻ്റായി കണ്ടോ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സിയുടെ മുകളിൽ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റിൽ പോവുക, കോപ്പി എക്സ്പ്രഷൻ ഓൺലി. ഓക്കെ, കോപ്പി എക്സ്പ്രഷൻ ഓൺലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് എല്ലാത്തിലും എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, ഫിൽ എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെലക്ട് ചെയ്യുക, Ctrl V അടിക്കുക. മീൻസ് ഈ എഫക്റ്റ്
ഫില്ലിൻ്റെ എഫക്റ്റ് നമ്മൾ കൺട്രോൾ ഇവിടെ എല്ലാത്തിൻ്റെയും കൺട്രോൾ ഇതിനകത്ത് ഒന്നിലായിരിക്കും. ഇതുള്ള എല്ലാത്തിൻ്റെയും എഫക്ട്സിൻ്റെ കളറിൻ്റെ കൺട്രോൾ ഇതിനകത്തായിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ക്യാമറ വ്യൂവിൽ പോവുക, ഇവിടെ വരിക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ക്യാമറ ഇതിനെല്ലാത്തിനും സെലക്ട് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്യുക, ഇത് കൺട്രോൾ പ്രസ് ചെയ്യുക, ഇതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ നേരെ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് പാരൻ്റ് ചെയ്യുക ടെക്സ്റ്റ്. എന്നിട്ട് ഈ ടെക്സ്റ്റിനെ നമ്മൾ ഒരു 6 പ്രസ് ചെയ്യുക, എന്നിട്ട് റൊട്ടേഷൻ അടിച്ചു കൊടുക്കുക. ഉണ്ടാ ടെക്സ്റ്റിന് ചെറിയൊരു തിക്ക് എഫക്റ്റ് ഒന്നുണ്ടല്ലോ, ഉണ്ടോ? ഈ എഫക്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിനെ നമുക്ക് 15mm കറക്റ്റാണ്, 15 ആണ്. അപ്പോൾ എന്നിട്ട് എന്ത് വെച്ചാൽ നമ്മളിപ്പോൾ സൂം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകണ്ട. ഓക്കെ, 3D എഫക്റ്റ് ഒന്നുമില്ല. ഇനി നമുക്ക് കറക്റ്റ് 3D എഫക്റ്റ് വരണമെങ്കിൽ നമുക്ക് ഈ ലെയറിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഈ ലെയറിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ലെയറിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ റെഡ് കളർ ഉണ്ടല്ലോ, ഈ കളറിനെ നമുക്ക് ഉണ്ടോ, ഈ കളറിനുമ്പോൾ എല്ലാ കളറും അങ്ങ് ചേഞ്ച് ചെയ്യും. ഇവിടെ ചെറിയ ചെറിയ ലെയർസാണ്. ആ ലെയേഴ്സ് നമുക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ചെറിയതായിട്ട് സ്പേസിൽ ഇട്ട് 1 2 3 4 5 6 7 8 അങ്ങനെ ചെറുതായിട്ട് ഇട്ടിങ്ങനെകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഓക്കെ, ഇതിനെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുക, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ആക്കുക. അപ്പോൾ മനസ്സിലായോ? സൂക്ഷിച്ച് നോക്കുമ്പോൾ ഉണ്ടോ, ഇപ്പോൾ നമുക്ക് നോക്കുമ്പോഴാണെങ്കിൽ 3D ഡെപ്ത്ത് കാണും, ചെറിയൊരു ഡെപ്ത്ത് വരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡാർക്കായി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ലെയർ ഉണ്ട്, ഈ ഫ്രണ്ടിലിരിക്കുന്ന ചെറിയൊരു ബിവൽ അടിക്കുക, BEVEL, ബിവൽ ആൽഫ. ഈ ബിവൽ ആൽഫ എടുത്ത് ഇതിൻ്റെ മുകളിടുമ്പോൾ ചെറിയൊരു ഇതിന് 0.2, എന്നിട്ട് ഇതിനെ പിടിച്ച് ഇങ്ങോട്ടാക്കുക, എന്നിട്ട് ഒന്നടിക്കുക. അപ്പോൾ ചെറിയൊരു 0.1 ചെറിയൊരു ഒരു എഫക്റ്റ് ഉണ്ടാവും, ഒരു ക്വാളിറ്റി ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ പിടിച്ചിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ വേണമെങ്കിൽ ഇടാം. ലാസ്റ്റ് ലെയർ ഒന്നിട്ട് കൊടുക്കാം, ഇങ്ങനെ ഉണ്ടെന്ന് നോട്ടെ. അപ്പോൾ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്, പക്ഷേ വേണ്ട, നോട്ട് ഗുഡ്. ഓക്കെ, എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് നമ്മൾ റൊട്ടേഷൻ നമ്മൾ 0 ആക്കി തന്നെ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ ഇതിനെ പൊക്കിയെടുത്തു, ഇവിടെ കൊണ്ടുവരുന്നു, ഈ ലെയറിൽ വരുന്നു. ഈ ലെയർ വന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്ന ലെയർ ഉണ്ടല്ലോ, ആ ലെയർ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് 3D ആക്കാം. ഈ ടെക്സ്റ്റിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് TEXT 3D. ഓക്കെ, ഇതിന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റിവീൽ കോമ്പോസിഷൻ പ്രോജക്റ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലെയർ ആണെന്ന് കാണിക്കും, ഈ ലെയർ എവിടെയാണെന്ന് ഇതിനകത്തുള്ളത് കാണിക്കും, ഇതിനകത്ത് എവിടെയാണ് എൻ്റെ ഈ ലെയർ എന്ന് കാണിക്കും. ഓക്കെ, റൈറ്റ് ബട്ടൺ റിവീൽ കോമ്പോസിഷൻ ലെയർ, ഈ കോമ്പോസിഷൻ പ്രോജക്റ്റിനകത്ത് ഏത് കോമ്പോസിഷനാണെന്ന് കണ്ടുപിടിച്ച് തരും. ഓക്കെ, ഇതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ടെക്സ്റ്റിനെ വലിച്ചെടുത്ത് ഇതിനകത്തിടുക, ഇതിൻ്റെ മുകളിടുക. ഓക്കെ, എന്നിട്ട് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 3D ഓൺ ആക്കി കൊടുക്കുക, രാസ്റ്റേഷൻ ഓൺ ആക്കുക. കാരണം എന്ന് വെച്ചാൽ പുറകിലുള്ള ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ് രാസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് റാസ്റ്ററൈസ്. ഇവിടെ മൗസ് കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കേട്ടിട്ട് ഇതിനെ പിടിച്ച് ഇങ്ങനെ ആക്കുക, എന്നിട്ട് ഇതിനെ പിടിച്ച് ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ഇതിൻ്റെ സെയിം റൊട്ടേഷൻ അതിനൊന്നും കൊടുക്കുക. അപ്പോൾ ഇത് എത്ര 336, ഇതിപ്പോൾ എത്ര 30. എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ പിടിച്ചിട്ട് ഇതിനകത്താക്കുക, ഇതിനെ ഇതിലോട്ട് പാരൻ്റ് ചെയ്ത് കൊടുക്കുക, ഇത് ഇങ്ങോട്ട് പാരൻ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടാ ടെക്സ്റ്റ് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ വരും. ഇനി നമുക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ താത്ത് കൊടുക്കുക, കാരണം ഇത് മണ്ടിലായിപ്പോയി. ഈ സെൻറ്റർ പോയിൻ്റ് കുറച്ച് ഓക്കെ. എന്നിട്ട് ഇത് ഇങ്ങനെ രണ്ടും കൂടെ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ പിടിച്ചിട്ട് സെലക്ട് ചെയ്യാം, എന്നിട്ട് P പ്രസ് ചെയ്യുക. P പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാതും ഈ Pയുടെ മുകളിൽ സെലക്ട് ചെയ്താൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കാരണം വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഇതുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മോറേ ഉള്ളൂ. അപ്പോൾ അനിമേഷൻ എല്ലാം ഡിഫറെൻ്റ് ആവും. ഉണ്ടാ ഈ അടിക്കുക, ചെറിയൊരു ഡിഫറൻസ് വന്നു. അപ്പോൾ എന്താ ചെയ്യുന്നതിൽ ഇവിടെ കൊണ്ടുവയ്ക്കുക, പൊസിഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇങ്ങോട്ട് നീക്കുക, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു നീക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് സൂം ചെയ്ത് ഇതിനകത്തോട്ട് വെച്ച് നോക്കുക, ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി. ഇങ്ങോട്ട് നിൽക്കുക, എന്നിട്ട് കറക്റ്റ് ആ മോഡിൽ കുറച്ച് മുകളിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് നേരെ എക്സാക്ട്ലി പാരൻ്റ് ചെയ്ത് കൊടുക്കുക.
ഇവിടെ വെച്ച് തന്നെ ഈ സംഭവത്തിൽ വെച്ച് തന്നെ പാരൻ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ലുക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ വെച്ച് പാരൻ്റ് ചെയ്യണം. എന്നിട്ട് ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടാവും, ഇനി നോക്കുമ്പോൾ ഒരു 3D ഡെപ്ത് ടെക്സ്റ്റ് ഇങ്ങനെ വന്നിട്ട് പോകണമല്ലേ. ടെക്സ്റ്റ് ഇങ്ങനെ വന്നിട്ട് പോകണമല്ലേ. ട്രാക്ക് മേക്കിംഗ് 3D TV. ഇനി വേറൊരു പരിപാടി ഉണ്ട്. നമുക്ക് ഇതാണ്ട് ഇതെല്ലാം സെലക്ട് ചെയ്യുക, കൺട്രോൾ A അടിക്കുക, എന്നിട്ട് ഇവിടെ മോഷൻ ബ്ലർ എന്നൊരു സാധനം കൊടുക്കുക. ഇതിനകത്തും കൺട്രോൾ A എല്ലാം സെലക്ട് ചെയ്ത് മോഷൻ ബ്ലർ ഓൺ ആക്കി കൊടുക്കുക. ഇതാണ്ട് ഇവിടെയും കൂടെ ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ, ഇതിനെ ബ്ലൂ കളറാക്കുക. ഓക്കെ, ഓട്ടോമാറ്റിക് ബ്ലൂ. അപ്പോൾ സെലക്ട് ആയെന്നതിൻ്റെ അർത്ഥം. ഇതിനകത്ത് ടി വിക്കകത്തും എല്ലാ ലെയറും കൺട്രോൾ A പ്രസ് ചെയ്യുക, ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതാണ്ട് മോഷൻ ബ്ലർ ഓണായി. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മോഷൻ ബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് അനുസരിച്ച് ക്യാമറ ബ്ലർ ആവുന്നതാണ് മോഷൻ ബ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ക്യാമറ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബ്ലർ ആണല്ലേ, എന്നാലും റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ ചെറിയൊരു സ്മൂത്ത് എഫക്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു. നോക്കിക്കോണേ, ഫുള്ളായിട്ട് റണ്ടറായി വരുന്നുണ്ട്. റാം പ്രൊവിഷന് ഇത്ര സമയം എടുത്തോണ്ട കറക്റ്റ് ഒരു 3D ഭയങ്കര ഫ്ലോ ആയിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ട, എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ബീജിയൊക്കെ ജസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരുന്നു. ആക്ച്വലി ബീജി ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് പറ്റിയ ബീജി എൻ്റെ സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. എൻ്റെ സ്റ്റൈലിന് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൺട്രോൾ D അടിക്കുക. പ്രസ് ചെയ്യുക, മാസ്ക് എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക. എന്നിട്ട് നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം. ഇതിനകത്ത് ഫില്ല് FILL അത് കഴിഞ്ഞിട്ട് ഇതിനടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇട്ട് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതര ഒരു കളർ അടിച്ചു നോക്കുക. എന്നിട്ട് നമുക്കൊരു ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ എടുക്കാം. ഓക്കെ, ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു കളറിൻ്റെ ബ്ലൂ യെല്ലോ മിക്സഡ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഇതെടുക്കാം. അല്ലെങ്കിൽ ഓക്കെ, ഓൾമോസ്റ്റ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ഇതെല്ലാം മതി. ഇത് കുറച്ചും കൂടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ. അപ്പോൾ കുറച്ചും കൂടെ യെല്ലോ കളറിൻ്റെ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഡൗൺലോഡ് എന്നുവെച്ചാൽ അടുത്ത ഈ ലെയർ സെലക്ട് ചെയ്ത് ഇതിനെ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. ചുമ്മാ ഒരു മാസ്ക് ഇട്ട് ചുമ്മാ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ. ഇനി അടുത്ത ഒരു മാസ്ക് കൊണ്ട് എടുക്കുക, കൺട്രോൾ D. ഇതിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ D അടിക്കുക. ഇതിന് 2 മാസ്ക് കോപ്പി ചെയ്തു. ശരിയാണ്, കൺട്രോൾ D അടിച്ചപ്പോൾ മാസ്കും ഒരു കോപ്പിയായി. അപ്പോൾ നമ്മൾ ഇനി നോക്കുക, മാസ്ക് കോപ്പി ആയിട്ടുണ്ടോ നോക്കുക. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്. ഒന്നുകൂടെ പ്രസ് ചെയ്യുക, ഇല്ല. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുക, വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ചിലപ്പോൾ ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇതിനെ പിടിച്ചിങ്ങനെ ആക്കുക. എന്നിട്ട് കൺട്രോൾ D, എന്നിട്ട് ഇതിനെ പിടിച്ചെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ സ്ഥലത്തിന് കുറച്ച് ചെറിയൊരു കളർ ഡിഫറൻസ് കൊടുക്കുക. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ് വേണോ? എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് പിടിച്ചുകൊണ്ട് നിൽക്കുക, നിൽക്കുക. ഊഹ പറഞ്ഞ് ഇത്. എന്നിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് എന്താ ചെയ്യുന്നതിൽ നിന്നെ പിടിച്ച് നിൽക്കുക. പിന്നെ നോക്കുക ഏതാണ് വേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ഒരു കോപ്പി കൂടെ ചെയ്യുക. എന്നിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി ചെറുതാക്കുക. എന്നിട്ട് ചെറിയൊരു കളർ കുറച്ച് കൊടുക്കുക.
എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് കൺട്രോൾ ഡി അടിക്കുക. ഒരു ചുമ്മാ ഒരു സ്റ്റൈലാണ് കാണിക്കുന്നത് കേട്ടോ, ഇതൊരു ഒരു പെർഫെക്റ്റ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് പോലെ നമുക്ക് തോന്നുകയാണ്. അതിൽ വെച്ചെന്നേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ വെച്ചാൽ നമുക്ക് ഇവിടെ നിന്നൊരു ചെറിയൊരു റോഡ് ഇട്ടാലോ. റോഡ് ഇടുകയാണെങ്കിൽ നമുക്ക് ഇതിനെ കുറച്ച് താത്ത് വയ്ക്കാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക, പി പ്രസ് ചെയ്യുക, ഇതിനെ പിടിച്ച് ഷിഫ്റ്റിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി പാരൻ്റായിട്ട് ഇങ്ങനെ വരും, സ്നാപ്പായിട്ട് വരും. എന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുക, കുറച്ച് താത്ത് വയ്ക്കുക. അനിമേഷൻ ചേഞ്ച് ആവില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനിമേഷൻ ചേഞ്ച് ആവാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതാണ്, മറ്റേ ഇതിനകത്ത് എല്ലാം സെലക്ട് ചെയ്തിട്ട് ആണ് വന്നത്. അതുകൊണ്ട് നമുക്ക് അനിമേഷനൊക്കെ പക്കയായിരിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ഒരു ഇങ്ങനത്തെ ഒരു സംഭവം കൊടുത്തതെന്ന് വെച്ചാൽ, ഡബിൾ ക്ലിക്ക് ഇന്നെ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കൺട്രോൾ ഇട്ട് മുകളിൽ അടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനൊരു പ്രൊഫഷണൽ എന്നോടൊരു സംഭവം PROFESH. ഓക്കെ, നമുക്ക് പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു നമ്മുടെ വയ്ക്കുക. എന്നിട്ടൊരു ചെറിയൊരു ഫോണ്ട് ഡിഫറൻസ് കൊടുക്കുക. നമുക്കൊരു ഇവിടെ വേറെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്താലും അത് അപ്പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എപ്പോഴും പ്രൊഫഷൻ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ഒരു കട്ടി മുകളിലോട്ട് ടെക്സ്റ്റ്, അതിന് തൊട്ട് താഴെ ചെറിയൊരു ഇറ്റാലിക് ടൈപ്പ് ഫോണ്ട് പ്രൊഫഷണൽ ഇതിട്ടോ. ഇത് കുറച്ച് വ്യത്യാസമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് സെലക്ട് ചെയ്യുക, ഇതിനെ പിടിച്ചിങ്ങനെ വലുതാക്കുക, കുറച്ച് താത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇല്ല, ഇതിങ്ങ് താത്ത് ചെയ്യുക. കാരണം സെൻറ്ററിൽ നിന്ന് റൊട്ടേഷനാണ്, അപ്പോൾ ഒരു വ്യത്യാസം വരാൻ പാടില്ല. എന്നിട്ട് ഇതിനെ പിടിച്ച് ഒരു ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് തൊട്ട് മുകളിലോട്ടാക്കി വയ്ക്കുക, കൺട്രോൾ ഡി അടിക്കുക, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ ഡി മീൻസ് ഡ്യൂപ്ലിക്കേറ്റ്. കൺട്രോൾ ഡി ഇടിച്ചിട്ട് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ MD ടൈപ്പ് ചെയ്യുന്നുണ്ട്. MD ഡോട്ട് മേക്കിംഗ് 3D TV പ്രൊഫഷണൽ. അതൊരു ഇംഗ്ലീഷ് പ്രൊഫഷണൽ, ഒരു വൃത്തിയുള്ള ഇംഗ്ലീഷൊന്നും അല്ല, എന്നാലും ഞാൻ ഒരു പ്രൊഫഷണൽ ട്യൂട്ടോറിയൽ ഇതിനെ പിടിച്ചിട്ട് ചെറുതാക്കി ഇങ്ങനെ വയ്ക്കുക. കൺട്രോൾ R എടുത്താൽ ഇതിനെ പിടിച്ച് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ഇരിക്കുക. കാരണം ഇതിനെ ടൈപ്പോഗ്രഫി എന്നാണ് പറയണത്. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്നതിന്. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു കുറച്ച് ചെറുതാക്കിയാലോ. നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാത്തിനും പിടിച്ച് കുറച്ച് താഴോട്ട് വയ്ക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്ത് ഇവിടുത്തെ ഇങ്ങനെ ട്രാക്ക് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, എന്നിട്ട് താഴോട്ടാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും. പിന്നെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്ത് തരും. ഒന്ന് സെൻറ്ററിലായി. നമുക്ക് ഇതിനെ പിടിച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇൻക്രിമെൻറ്റ് ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് നോക്കുക, ഇവിടുന്ന് പ്ലേ ചെയ്ത് നോക്കുക. ഇത് വേറെ കാര്യമുണ്ട്, നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടെ ചെറുതാക്കാം. കാരണം ഇത് കുറച്ചുകൂടെ വലുതായി. എന്നിട്ട് ഇവിടുന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ യെസ്, എന്നിട്ട് ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കുക. ചെക്ക്. എന്നിട്ട് വേണമെങ്കിൽ ഇതിനകത്തൊരു ചെറിയൊരു TV എഫക്റ്റ് കൂടെ വേണമെങ്കിൽ കൊടുക്കാം. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. നമുക്കിപ്പോൾ താൽക്കാലികമായിട്ടൊരു ഇമേജ് എടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ വീഡിയോ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നമുക്കൊരു ഇതൊരു ഈ എഫക്റ്റ് കൊള്ളാം.
നമുക്ക് ഗ്ലിച്ച് എഫക്റ്റ് എന്നൊക്കെ പറയുന്ന റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. ജസ്റ്റ് താൽക്കാലികമായിട്ട് നമുക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുക, അരുണേട്ടൻ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, ഇൻപുട്ട് സേവ്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ, ഓപ്പൺ ചെയ്യാം. അങ്ങനെ P4 എടുക്കുക, ഇൻപുട്ട് TV ഗ്രെയിൻസ് ഓൾഡ്. ഇതിനകത്ത് ഓൾറെഡി ഓൾഡ് TV ഉണ്ട്, ഗ്രെയിൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, TV GRAINS. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഓൾഡ് ഗ്രെയിൻസ് ഇല്ലേ, അപ്പോൾ നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോമ്പോസ് സെറ്റിങ്സിൽ നമുക്ക് 1920 to 1080. ഓക്കെ, ഫുൾ HD തന്നെയാണ്. നമുക്ക് ഇതിനെ താൽക്കാലികം കൂടെ ഓഫ് ചെയ്യാൻ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇത് നോക്കാം. സോളിഡ് നമുക്ക് പുതിയ സോളിഡ് എടുക്കേണ്ട, പഴയുള്ള സോളിഡ് എടുത്താൽ മതി. ഇനി സോളിഡ് എടുത്ത് വലിച്ചിട്ട് ഇവിടെ ഇടുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എഫക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓൾഡ് TV കറക്റ്റ്, അതുകൊണ്ട് അതുപോലെ കുഴപ്പമില്ല. ഇതിട്ട് ഒന്നുമില്ല. കളർ കറക്ഷൻ ടിൻറ്റ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഇട്ട് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഡാമേജ് നോട്ടോട്ടെ, കണ്ട ബ്ലാക്കിൽ ഇപ്പോൾ ഗ്രെയിൻസ് അനിമേഷൻ കിട്ടി. പ്ലേ ചെയ്താൽ മതി. കുറച്ചുകൂടെ ഗ്രെയിൻസ് വലുതാക്കി. എന്നിട്ട് ആമ്പ് പ്ലേ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ട് സ്പേസ് അടിച്ച് നോക്കുക, എങ്ങനെയാണ് നോക്കുക, കിരിക്കുക എന്നുള്ള ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് നമുക്കിങ്ങനെ ഓഫ്. ഓക്കെ, ഇതിനെ പിടിച്ച് ചെയ്യുക, ഇതിനെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു എഫക്റ്റ് കൊടുക്കണം. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇതിരിക്കട്ടെ. നമുക്ക് ഇവിടുന്ന് ഈ ഗ്രെയിൻസിനെ നമുക്ക് ഈ TV ക്കകത്ത് കൊണ്ടുവരണം. ഈ ക്ലിക്ക് ചെയ്യുക, അടുത്ത് ക്ലിക്ക് ചെയ്യുക. എവിടെയാണ് സ്ക്രീൻ എവിടെയാണ്? ഇതാണ് സ്ക്രീൻ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഈ ആഡ് ഗ്രെയിൻ എന്നുള്ള സംഭവം ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് ടൈം ഫ്രീസ് ഫ്രെയിം എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ ഫ്രെയിം നമ്മൾ എക്സ്റ്റെൻഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രീസ് ഫ്രെയിം ആക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ 3D ആക്കാം. എന്നിട്ട് പ്രത്യേകം മനസ്സിലാകുന്ന വെച്ചാൽ ഇതിൻ്റെ ഈ പൊസിഷനിൽ ടോപ്പ് വ്യൂ വിളിച്ച് നോക്കുമ്പോൾ ഈ ഗ്രെയിൻസ് ഇങ്ങോട്ട് മാറിയിരിക്കും. ആക്ച്വലി ഇവിടെയാണ് ടിവിയുടെ സ്ക്രീൻ ഇടേണ്ടത്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇത് ഈ പൊസിഷൻ എവിടെ നോക്കണം. ഈ TV ഓക്കെ, ഇതിനെ പിടിച്ചിട്ട് ഇവിടെ വയ്ക്കുക. കാരണം ഇതിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തല്ലോ. ഇതിനെ പിടിച്ച് ഇവിടെ വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം എന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ, ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള കറക്റ്റ് നമ്മളിപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്യുക, P പ്രസ് ചെയ്യുക, ഇതിനെ കോപ്പി എടുക്കുക, ഇതിൻ്റെ മുകളിൽ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിൽ വരും. ഇപ്പോൾ ഞാൻ കാരണം വെച്ചാൽ ഈ ലെയർ പുറകിലായിരുന്നു, കണ്ട അങ്ങ് പുറകിലിരുന്ന് ഇവിടെ കറക്റ്റ് ആ പൊസിഷനിലെത്തി. കാരണം എവിടെയാണ് പൊസിഷൻ, ഇവിടെ നമ്മൾ ഇതിന് അനിമേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പൊസിഷൻ അനിമേഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മൂവ് ചെയ്ത് വെക്കാൻ പറ്റില്ലായിരുന്നു. നമുക്ക് ഈ പൊസിഷൻ എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നുമില്ല. അപ്പോൾ അതിനകത്ത് ഈ വാല്യൂസ് എല്ലാം കോപ്പി ചെയ്ത് ഇതിനകത്ത് സെലക്ട് ചെയ്യുക, Ctrl V അടിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആ വാല്യൂ എല്ലാം കറക്റ്റ് അവിടെ വരും. അപ്പോൾ പ്രോപ്പറായിട്ട് എവിടെയാണോ ഈ ലെയർ ഉള്ളത് അവിടെ തന്നെ വരും. എന്നിട്ട് നമുക്ക് ഇതിനകത്താണ്ട ഈ മാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് മാറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് എടുത്ത് ഒന്നുകൂടെ കാണുക. ഈ മാറ്റെന്ന് വെച്ചാൽ നമുക്കിതിനെ ഇത് വെച്ചിട്ട് നമുക്കിതിനെ മാറ്റ് ചെയ്യുക വെച്ചാൽ ഈ ലെയർ, ഈ സ്ക്രീനിൻ്റെ ലെയർ എവിടെയൊക്കെ ഉണ്ടോ ആ ലെയറിൽ ഈ സാധനം കാണണം. അതിന് വേണ്ടിയാണ് ഈ ആൽഫ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് S പ്രസ് ചെയ്യുക,
ടി വി ഗ്രീൻസിന് മുകളിൽ എസ് പ്രസ് ചെയ്യുക, അതിനെ പിടിച്ചിട്ട് ചെറുതാക്കുക, നല്ല ചെറുതാക്കുക. നമ്മളിങ്ങനെ നല്ല ചെറുതായി കഴിഞ്ഞാൽ വേണ്ട സ്ക്രീൻ നമുക്ക് കൂടെ കാണാൻ പറ്റും. നമുക്ക് ഇങ്ങോട്ട് കുറച്ച് സെൻറ്ററിലോട്ടാക്കി വയ്ക്കുക, എന്നിട്ട് കുറച്ചുകൂടെ വലുതാക്കി വയ്ക്കുക. വേണ്ട ഇതിൻ്റെ ഔട്ട് ഇത്രയുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടും. എന്നിട്ടെന്ന് വെച്ചാൽ ഈ റിഫ്ലക്ഷൻ നമ്മളിപ്പോൾ ടി വി എടുത്തിട്ട് ഒരു 50% വേണമെങ്കിൽ അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ റിഫ്ലക്ഷനകത്ത് ഇത് ടി വി ഗ്രീൻസിനകത്ത് വന്നതിന് ശേഷം സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു അനിമേഷൻ വേണം. കാരണം വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ടി ഇത് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഇത് ക്ലിക്ക് ചെയ്യുക, ഓഫ്. സീറോ 100% 0, പിന്നെ 100% 0. ഈ സെലക്റ്റിന് 100%, പിന്നെ ഇവിടെ പിടിച്ചിട്ട് 0, പിന്നെ അടുത്ത ഫ്രെയിമിൽ 100%. എന്നിട്ട് ഇതിനെല്ലാം പ്രസ് ചെയ്താൽ F9 അടിക്കുക. എന്നിട്ട് ഈ കീയുടെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ടൊഗിൾ ഹോൾഡ് കീ ഫ്രെയിംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അനിമേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചാടി പോകും. ഇങ്ങനെ ടക്ക് ടക്ക് എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നീക്കി വെച്ചെന്ന് വെച്ചോ, അപ്പോൾ സത്യം പറയുന്നത് പതുക്കെ അല്ലേ ഫ്ലോ അല്ലേ ഇങ്ങനെ കയറി ഇറങ്ങി അല്ലേ ഒപ്പാസിറ്റി പോകേണ്ടത്. പക്ഷെ അത് പോവില്ല. കാരണം വെച്ചാൽ ഇവിടുന്ന് അനിമേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഇവിടുത്തെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇവിടം വരെ, ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ പുറകിലത്തെ ഫ്രെയിം വരെ. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഫ്രെയിമിൻ്റെ ഈ ഒരു ഫ്രെയിമിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. എന്നിട്ട് ഈ ഫ്രെയിമിൻ്റെ കണ്ടിന്യൂഷൻ അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഫ്ലോ ഓഫ് അനിമേഷൻ നമുക്ക് കിട്ടില്ല. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ടോഗിൾ ഹോൾഡ് കീ ഫ്രെയിം. ഈ കീ അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ഇത്രയും ദൂരം നമ്മൾ പോകുമ്പോൾ ഈ ഫ്രെയിം എല്ലാം ഈ സെയിം തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നമുക്ക് കൺട്രോൾസ് അടിക്കാം. നമുക്ക് ഇത്രയും മാത്രം മതി, നമുക്ക് ടക്ക് ടക്ക് എന്നുള്ളൊരു എഫക്റ്റ് മാത്രം മതി. എന്നിട്ട് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കൺട്രോൾ C ആൻഡ് കൺട്രോൾ V, പിന്നെ ഇവിടെ സെലക്ട് ചെയ്യുക കൺട്രോൾ C ആൻഡ് കൺട്രോൾ V, ഇവിടെ സെലക്ട് ചെയ്യുക കൺട്രോൾ C ആൻഡ് കൺട്രോൾ V. ഓക്കെ, ചെറിയൊരു എഫക്റ്റ് വേണം എന്നുള്ളൂ, അത്രേ ഉള്ളൂ നമ്മൾ ചെയ്യണത്. അത് പ്ലേ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ചെറിയൊരു മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ടി വി ടോപ്പ് ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ഇതും കൂടെ ക്ലിക്ക് ചെയ്യുക, കുറച്ച് ഫ്രണ്ടോട്ടാക്കി വയ്ക്കുക. കുറച്ച് ഫ്രണ്ടോട്ടാക്കി വെക്കുക. ഉണ്ടോ? എന്നിട്ട് ഈ ടി വിയുടെ ഈ റിഫ്ലക്ഷൻ കുറച്ചും കൂടെ ഓഫ് ചെയ്തെടുക്കുക. ടക്ക് ഡിലീറ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് D, പിന്നെ ഇത്രയും മതി. കൺട്രോൾ ഷിഫ്റ്റ് D കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക, പ്ലേ ചെയ്യും. എങ്ങനെ അനിമേഷൻ വരുന്ന നോട്ടെ പ്ലേ ചെയ്യോടെ വന്നിട്ട് അതിങ്ങനെ വന്ന് അനിമേഷനിലല്ലോ ചെറിയൊരു അനിമേഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഫ്രീസ് ആയെന്ന് തോന്നുന്നു. ഓക്കെ ഡിലീറ്റ്. കാരണം വെച്ചാൽ ഇതിനകത്തുള്ള അനിമേഷൻ ഫ്രീസ് ആവണ്ട. ഡബിൾ ക്ലിക്ക് ചെയ്യുക, വൺ സെക്കൻഡ്. ഇത് ഭയങ്കര സൈസാണല്ലോ ഇതിൻ്റെ. ഓക്കെ, നമുക്ക് 10 സെക്കൻഡ് മതി. ഇതിനെ N പ്രസ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ട്രിം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്ര സാധനം ഇത് മാത്രം വലുതായിട്ട് കാണിക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കിട്ടിയിട്ട് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക, കൺട്രോൾ ഷിഫ്റ്റ് D.
ചുമ്മാ ഒരു എഫക്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ക്ലിക്ക് ചെയ്യുക, ഔട്ട് പോവുക. ഇല്ലെങ്കിൽ ദാണ്ട് അവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ചെയ്യുക, സ്പേസ് പ്രസ് ചെയ്ത് നോക്കുക. എന്താ ചെയ്യുക വെച്ചാൽ ഈ പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചുമ്മാ ഇരിപ്പുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ കുറച്ചിങ്ങനെ പൊക്കി എടുത്തിട്ട് വരാം. ഇവിടെ പി പ്രസ് ചെയ്യുക, നമുക്ക് താഴെ നിന്ന് മുകളിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് താഴെ കൊണ്ടുവരിക. എന്നുവെച്ചാൽ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു അനിമേഷൻ കീ ഓൺ ആക്കിയല്ലോ. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവരാം. എന്നിട്ട് താൽക്കാലികമായിട്ട് നമുക്ക് ഈ രണ്ടിനും അങ്ങ് ഓഫ് ചെയ്യിക്കാം. കാരണം ഹെവി ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ക്വാർട്ടർ ഡ്രസ്സിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനെ പ്ലേ ചെയ്ത് നോക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാം. എല്ലാത്തിനും സെലക്ട് ചെയ്യുക, കുറച്ചും കൂടെ നീക്കി വയ്ക്കുക. എന്നിട്ട് കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, കൺട്രോൾ വി, കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ വി, സെലക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ വി, കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ വി, ഇനി അടുത്ത് കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ വി. എല്ലാത്തിനെയും പ്രസ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക വെച്ചാൽ ഇത് നമ്മളെല്ലാത്തിനെയും കൊണ്ട് ചെറുതായിട്ടൊരു പൊക്കി ഇട്ട് അവിടെ വയ്ക്കുക. എല്ലാത്തിനെയും സെലക്ട് ചെയ്യുക, F9 അടിക്കുക. എന്നിട്ട് എല്ലാത്തിനും സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതാണ്ട് ഈ സാധനം എടുത്തിട്ട് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ സാധനം എടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ കൊണ്ടുവന്നിട്ട് താണ്ട് ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പെട്ടെന്ന് വരുന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനിമേഷൻ അത് കുറച്ച് വൈഡായിട്ട് തിരിഞ്ഞ് വരുള്ളൂ. എന്നിട്ട് ഇതും മുകളിലത്തെ രണ്ടും കുറച്ച് പുറകിലോട്ടാക്കിയ ഇതും കുറച്ച് പുറകിലോട്ട്, എന്നിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ, എന്നിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ പ്ലേ ചെയ്ത് നോക്കുക. വെള്ള ഫയൽ കുറച്ചുകൂടെ മുകളിലോട്ടാക്കി വയ്ക്കുക. മൂറ്റല് സെലക്ട് ചെയ്യുക, ഒന്ന് പിടിച്ച് മുകളിലോട്ടാക്കി വയ്ക്കുക. മൗസ് ഇത് നോക്കുമ്പോൾ അതിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, പിടിച്ചിങ്ങനെ ആക്കി വയ്ക്കുക, പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കുക. ഒരു അന്യം ഷേപ്പ് തോന്നിയ പോലെ ഇങ്ങനെ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഒരു എഫക്റ്റ് ഇല്ല. അപ്പോൾ ചെറിയൊരു ഇത് കൊണ്ട് ഇത് വെളിയിൽ വന്നല്ലേ. ഇത് ക്ലിക്ക് ചെയ്യുക, ഇതിനെ കുറച്ചിട്ട് പൊക്കി ഇങ്ങനെ വയ്ക്കുക. ഓക്കെ, എന്നിട്ട് പ്ലേ നോക്കുക. എന്നിട്ട് അടുത്തെന്ന് വെച്ചാൽ പ്ലേ, പിന്നെ കുറച്ച് നിൽക്കുക. ഇത് മതി. ചെറിയൊരു എഫക്റ്റ് വന്നാലും കുഴപ്പമില്ല. അങ്ങനെ വേണ്ട, ചെറിയൊരു ബോറലത്തെ കാണാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു താത്ത് വെച്ച് കൊടുക്കുക. കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഓക്കെ, ഇങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു സണ്ണിനെ വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ നമുക്കൊരു ചെറിയ റോഡ് ഉണ്ടാക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനങ്ങ് ഓണാക്കുക. അപ്പോൾ എന്നിട്ട് നമുക്ക് ചെറിയൊരു റോഡ് ഉണ്ടാക്കി കൊടുക്കാം. വേണോ? വേണ്ട. ഇതിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇത് ഏറ്റവും BG ലെയറാണ്, ഉണ്ടോ? BG ലെയർ. BG ലെയറിൻ്റെ നമുക്കൊരു റാമ്പ് എഫക്റ്റ് കൊടുക്കാം. RAMP റാമ്പ്, ഗ്രേഡിയൻറ്റ് റാമ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിനങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇതിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കുറച്ചും കൂടെ ഡാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓണായി കൊടുക്കുക. കണ്ടോ, ഇവിടെ കുറച്ച് ഡാർക്ക്, അവിടെ ലൈറ്റ്. കുറച്ചും കൂടെ ലൈറ്റ് എഫക്റ്റ് കൊടുക്കുക. എന്നിട്ട് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കണ്ടോ ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റ് എഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നൊരു റിഫ്ലക്ഷൻ, ഒരു എന്താ പറയുക, ഒരു ഡിഫറൻസ്, ചെറിയൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു പ്രത്യേകത കാണാൻ പറ്റും. എന്നിട്ട് ഫുൾ അടിച്ചെടുക്കുക. ഇങ്ങനെയുണ്ട് നോട്ടെ. അപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു മരം വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം. മരം വേണ്ട,
ഇനി അടുത്ത് എന്ത് എഫക്റ്റ് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഗ്രെയിൻസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ആഡ് ചെയ്യണം, എന്നാലേ ഒരു വൃത്തിയുള്ളൂ. ഓക്കെ, നമുക്കൊരു ഇലക്ട്രിസിറ്റി പോസ്റ്റാം. നമുക്ക് സോളിഡ് മേക്ക്, ഈ സോളിഡിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. Ctrl+Shift+C അടിക്കുമ്പോൾ ഒരുങ്ങി വരും. എന്നിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ സോളിഡിനെ ഒരു കോമ്പിനകത്ത് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം. ഓക്കെ, നമുക്കല്ലാതെ ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഇതിനകത്ത് ഇട്ടാലും മതി. എന്നിട്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ അടിക്കുക. എന്നിട്ട് നമുക്കൊരു ഇപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റ് പോലെ നമുക്ക് ഉണ്ടാക്കുക. ഡബിൾ ക്ലിക്ക്, ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക്, എന്നിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് ഇത്ര കുറച്ച് നല്ലതൊക്കെ ഒരു പോസ്റ്റിൻ്റെ താഴെ ഇതിങ്ങനെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എന്നിട്ട് ഇവിടുന്ന് ഇതിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരു സംഭവം, ഇവിടെ ഒരു സംഭവം, ഒരു സംഭവം. എന്നിട്ട് എന്താ പ്രത്യേകത വെച്ചാൽ Ctrl+D അല്ല, ഇതിനെ പിടിച്ചിട്ട് 3D ആക്കുക. 3D ആക്കിയിട്ട് 3D ഓൾറെഡി ആണ്. റൈറ്റ് ബട്ടൺ R പ്രസ് ചെയ്യുക, റൊട്ടേഷൻ അടിച്ചോ ചെറുതായിട്ട്. എന്നിട്ട് ഹൈറ്റ്, വിഡ്ത്ത് നമുക്കിതിനെ കുറച്ചുകൂടി ചെറുതാക്കി വയ്ക്കാം. വിഡ്ത്ത് നമുക്കൊരു 3000. എന്നിട്ട് നമുക്കൊരു 3000 വയ്ക്കുക. ആങ്കർ പോയിന്റ് താഴോട്ട് വയ്ക്കുക. ഇതിനെ പിടിച്ചിട്ട് ആങ്കർ പോയിന്റ് താണ്ട വെർട്ടിക്കൽ ലൈനിൽ താഴോട്ടെത്തുക, ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് അതിനെ കുറച്ച് ചെറുതാക്കി വയ്ക്കുക. ഇനി അടുത്തെന്ന് വെച്ചാൽ കൺട്രോൾ സെലക്ട് സോളിഡ്, മേക്ക് സോളിഡ്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടുന്ന് ബെൻഡ് ചെയ്ത് കൊണ്ടുവരാം. എന്നിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക, ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുക, ബെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇതിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യാം. കുറച്ച് ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, മുകളിലോട്ട് ആരോ പ്രസ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു സംഭവം വെച്ചെന്നേ ഉള്ളൂ. ക്ലിക്ക് ചെയ്യുക, ഇവിടെ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ചെയ്യുക, ഡിലീറ്റ്. ഓക്കെ, ഈ സോൾഡ് സെലക്ട് ചെയ്യുക, നമ്മളിപ്പോൾ പ്രസ് ചെയ്യുക, ഈ സോൾഡ് ഓൺ ആക്കി വയ്ക്കുക, ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സൂം അടിക്കുക, ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ അടിക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇലക്ട്രിക് പോസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനകത്ത് സ്ട്രോക്ക് STRO സ്ട്രോക്ക് 3D സ്ട്രോക്ക് ഏതെങ്കിലും സ്ട്രോക്ക് ഇട്ടാൽ മതി. ട്രാൻസ്പെറൻറ്റ് ക്ലിക്ക് ചെയ്യുക, ഓൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്യുക, ബ്ലാക്ക് അടിക്കുക.
അല്ലെങ്കിൽ പിടിച്ച് ചെയ്യുക, പ്ലസ് ചെയ്യുക, ഇതിനടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് താൽക്കാലികമായിട്ട് പിന്നെ ഇപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്, ഈ എസ് പ്രസ് ചെയ്തിട്ട് ഇതിനെ ചെറുതായി കൊടുക്കുക. ഇങ്ങനെ 3D ആക്കുക. ഇതിനടുത്ത് പിടിച്ച് തിരിച്ചിടുക, താഴെ ഇടുക. നമുക്ക് ഇതിൻ്റെ ആങ്കർ പോയിന്റ് കുറച്ച് താത്ത് വയ്ക്കാം, വെച്ചാൽ മതി. എന്നിട്ട് എസ് പ്രസ് ചെയ്യുക, കുറച്ചും കൂടെ വലുതാക്കുക. ഇതിന് ഇലക്ട്രിക് പോസ്റ്റിന് ചേർത്ത് കളർ കൊടുക്കാം. ഫില്ല്, ഡബിൾ ക്ലിക്ക്, ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് തന്നെ പോകും. ഓക്കെ, ഈ കളർ കൊടുത്താൽ ഗ്രേ കളർ. ഓക്കെ, ഇതിനെ പിടിച്ചിട്ട് കുറച്ചും കൂടെ അടുത്തോട്ട് വയ്ക്കുക. കുറച്ച് താത്ത് വയ്ക്കുക. ഇതിനെ സെലക്ട് ചെയ്യുക, താത്ത് വയ്ക്കുക, ഒന്നുകൂടെ താത്ത് വയ്ക്കുക. ടെക്സ്റ്റിനെ ചെറുതായിട്ട് ഡിസ്റ്റർബ് ആയാലും കുഴപ്പമില്ല, ചെറുതായിട്ട് ഡിസ്റ്റർബാണ്, നോ പ്രോബ്ലം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി അങ്ങറ്റത്തെടുത്ത് കൺട്രോൾ D, എന്നിട്ട് അങ്ങ് താഴെ കുറച്ചുകൂടെ സ്കെയിലടിക്കുക. കൺട്രോൾ D, എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് പിന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു പരിപാടി വേണ്ട, ഇത് ചെയ്യുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സെലക്ട് ഡിലീറ്റ് ചെയ്യുക, ചുമ്മാ ഡിലീറ്റ് ചെയ്താൽ. ഇപ്പോൾ ഇത് ജോയിൻ്റായി. കൺട്രോൾ D, ഇലക്ട്രിക് പോസ്റ്റ് കുറച്ചും കൂടെ താഴെ, കുറച്ചും കൂടെ ഒരു ലോക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സൂം ചെയ്യുക, ഡബിൾ ക്ലിക്ക്, എന്നിട്ട് ആൾട്ട് പ്രസ് ചെയ്യുക, അല്ല കൺട്രോൾ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ആക്കുക. ചെറിയൊരു ഡിസ്റ്റർബ് ഉണ്ടോ? ഇനി ക്ലിക്ക് ചെയ്യുക, ന്യൂ ലോക്കായി പുറത്ത് വന്നിരിക്കും. എന്നിട്ട് ഇതിനകത്ത് ഇലക്ട്രിക് പോസ്റ്റിനാണ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് സ്പേസ് പ്രസ് ചെയ്യുക, ഇത് കണ്ടും, എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്ത് ഇങ്ങോട്ട് നിൽക്കുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെൻറ്റർ അകത്തോട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇതിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൊണ്ട് പൊക്കി വെച്ചിട്ട് ഇതിനെ ചെറുതാക്കിക്കുക. എങ്ങനെയുണ്ടെന്ന് നോട്ടെ, കുറച്ചുകൂടെ ചെറുതാക്കി വെച്ചിട്ട് ഇതിനെ സെലക്ട് ചെയ്ത് ഡബിൾ കൺട്രോൾ D, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ പിടിച്ച് ഉണ്ടാക്കുക, സെലക്ട് വയ്ക്കുക. അത് കഴിഞ്ഞ ശേഷം വന്നാൽ നമുക്ക് വെളിയിൽ പോയിട്ട് അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഔട്ട് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്കതിന് ഷാഡോ എല്ലാം വയ്ക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ കുറച്ചുകൂടെ കൺട്രോൾ പ്രസ് ചെയ്യുക, കുറച്ച് ചെറുതാക്കി വയ്ക്കുക. അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സോളിഡ് നമുക്ക് ചെറിയ ഒരു എഫക്റ്റ് കൊണ്ടുവരാം. എന്നുവെച്ചാൽ ഈ എഫക്റ്റ് ഇത് കൺട്രോൾ ഈ രണ്ടുണ്ടല്ലോ, കൺട്രോൾ ഡി സെലക്ട് ചെയ്ത് ചെറുതാക്കിക്കുക. സെലക്ട് ചെയ്യുക. നമുക്കൊരു സോളിഡ് എടുക്കാം. ഒരു സോളിഡ് എടുത്തിട്ട് ഇലക്ട്രിക്കിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക. ഇപ്പോൾ ഔട്ട് വരുന്നതാണ്. എന്നിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇവിടുന്ന് ഇതിനെ പിടിച്ചിട്ട് ഓഫ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ പുറകിലുള്ള കുറച്ച് ഇതിനകത്ത് ഹൈഡ് ചെയ്യുക. എന്നിട്ട് ഈ സാധനത്തിനെ പിടിച്ചിട്ട് ഹൈഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് ക്രിയേറ്റ് ന്യൂ നൾ ഒബ്ജക്റ്റ്, എന്നിട്ട് ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഇതിനെ പിടിച്ചിട്ട് ഇതിനകത്ത് ചെയ്യുക. പി പ്രസ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുക. താട്ട് വരിക, കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് F9 പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഒന്നുകൂടെ കൺട്രോൾ ചെയ്യാൻ കൺട്രോൾ ചെയ്യും. കാരണം ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നീക്കി ഇവിടെയും വയ്ക്കും. സെയിം ഒരേ കോപ്പി ചെയ്ത് ഇവിടെ വയ്ക്കും. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് കുറച്ച് പൊക്കി വയ്ക്കുക. എന്നിട്ട് അതുപോലെ ഇതിലും ചെയ്യുക. മറ്റേ ഇവിടെയും പ്രസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇത് വന്നിട്ട് ഇങ്ങനെ. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ എഫക്റ്റ് ഇത് നമുക്ക് ഏറ്റവും മുകളിൽ വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ പാരൻ്റ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പാരൻ്റ് കുറച്ച് കൺട്രോൾ ഡി ഇതിൻ്റെ താഴെ വയ്ക്കുക. എന്ന് വെച്ചാൽ നള്ള് അനിമേഷൻ ഉണ്ടല്ലോ. എന്നിട്ട് ഈ സോളിഡിനെ ഈ പുല്ലിൻ്റെ ഗ്രീൻ ഉണ്ടല്ലോ, ഇതിനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ രണ്ടും കൂടെ എടുത്ത് ഈ പുല്ലിനെ കുറച്ച് വേണ്ട, ഇത് ഫസ്റ്റ് വരിക. എന്നിട്ട് ലാസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റ് വരിക. ചെറിയൊരു ഡിഫറൻസ് മതി. ഇലക്ട്രിക് പോസ്റ്റ് ഇത്ര മതി. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം സെലക്ട് ചെയ്യുക. സി അല്ലേ വേണ്ട, ഇങ്ങനെ വെച്ചിട്ട് പ്ലേ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട്. ചെറിയൊരു
ഇഷ്യൂ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് അതിൻ്റെ അകത്തു നിന്ന് വെളിയിൽ വരണ പോലെ തോന്നും. എനിക്ക് നമുക്ക് ആ പുല്ലൊക്കെ ഉണ്ടല്ലോ, ആ പുല്ലിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന പോലെ തോന്നണം. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതിനെ എല്ലാത്തിനും ഒരു സെലക്ട് ചെയ്യുക, കൺട്രോൾ C അടിക്കുക, എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് C അടിക്കുക. അപ്പോൾ ഇത് വരും. ഇതിനെ ഒരു കോമ്പാക്കുക, എന്നിട്ട് ഇതിൻ്റെ വെളിയിൽ. എന്നിട്ട് ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇത്രയും പ്രസ് ചെയ്തിട്ട് സബ്സ്ട്രാക്ട്, ഇതിന് ഇത്രയും പ്രസ് ചെയ്യുക. ഇതിനെ മാത്രം നമ്മൾ വെളിയെടുത്തിട്ട് കൺട്രോൾ X പുല്ലിനെടുത്ത് വെളിയിടുക. അപ്പം നോക്കുമ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വയ്ക്കുക, കുറച്ചും കൂടെ ഇതിനെ പ്രസ് ചെയ്യുക, ഡബിൾ ക്ലിക്ക്, ഇതിനെ കുറച്ച് ചെയ്യുക, കുറച്ചുകൂടെ വലുതാക്കി വയ്ക്കുക. പ്രസ് ചെയ്യുക, പ്ലേ. എന്നിട്ട് കൺട്രോൾ D അടിക്കുക. എന്നിട്ട് നമുക്ക് ചെറിയൊരു ഡിഫറൻസ് നോക്കുക. ഫിൽ എന്ന് ക്ലിക്ക് ചെയ്യുക, ചെറിയൊരു ഡിഫറൻസ്. ഇങ്ങോട്ട് നീക്കി വെക്കാം. എന്നിട്ട് ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നില്ലേ കണ്ടിട്ട്. അപ്പോൾ ഒരു ഈക്വാലിറ്റി വരരുത്, അതിന് വേണ്ടി എല്ലാം ഒരു ഈക്വലായിട്ട് വരരുത്. അപ്പോൾ ഇതിന് ചെറിയൊരു ജസ്റ്റ് അൺഈവൻ ഷേപ്പ്, റാൻഡം ഷേപ്പ് കൊടുക്കണം. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യുക, കൺട്രോൾ D അടിക്കുക, ഇത് രണ്ടും ചെറിയൊരു വ്യത്യാസം കൊടുക്കുക. ആൾട്ട് കൺട്രോൾ പിന്നെ ഈ സ്ലാഷിൻ്റെ മാർക്കുണ്ട്, അതിന് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി റീപ്ലേസ് ആവും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനെ പ്രസ് ചെയ്യുക, ആൾട്ട് പ്രസ് ചെയ്യുക, ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ടായി, അപ്പോൾ റീപ്ലേസ് ആവും. ഓക്കെ, അതൊരു ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കയറുക, എന്നിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനെ നമുക്ക് ചെറിയ വ്യത്യാസമുള്ള സംഭവം കൊടുക്കുക. എന്നിട്ട് ഇതിനെ കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് ഇത്ര മതി. അത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് വരുന്നു. റാം പ്രിവ്യൂ, കൺട്രോൾ സെലക്ട്, കൺട്രോൾ ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതിനകത്ത് രാസ്റ്റൈസ് ആയിട്ടുള്ള എല്ലാം ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന് ക്ലിക്ക് ചെയ്യുക, ഇതിനകത്തുള്ളത് ഇതിനെ ഞാൻ അനിമേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. ഇതിനകത്ത് അനിമേഷൻ ഉണ്ട്, അനിമേഷൻ സോൾട്ട്, ഇതിനകത്ത് അനിമേഷൻ ഉണ്ട്. സെലക്ട് ഓൾ, അനിമേഷൻ കീ, മോഷൻ ബ്ലർ ഓൾറെഡി ഉണ്ട്. ഇത് ഓണാക്കി കൊടുക്കാം. ടൗട്ടിൽ പ്ലേ പ്രസ് ചെയ്യുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് പ്ലേയിങ്. ഇതിൽ ആഫ്റ്റർ എഫക്ട്സിലെ റാമിൻ്റെ പവർ അനുസരിച്ചാണ് ഇത് പ്ലേ ആവുന്നത്. ഓക്കെ,
നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് കാര്യം ചെയ്യാൻ, നമുക്കിത് ഇപ്പോൾ ബേസിക് അനിമേഷൻ എല്ലാം കംപ്ലീറ്റായി. ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. നമുക്ക് ഇതിൻ്റെ റാം പ്രിവ്യൂ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്കിങ്ങനെ നോക്കട്ടെ എങ്ങനെയെന്ന്. എല്ലാം സ്ക്വയർ ടൈപ്പ് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പ് എഡ്ജായിട്ടുള്ള ഇത് ഡിസൈൻസാണ് ഞാനകത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇത് കുറച്ച് മാച്ച് ആവുന്ന സാധനങ്ങൾ. അപ്പോൾ ടി വി കണ്ട ഷാർപ്പ് എഡ്ജ് ആയതുകൊണ്ട് എനിക്ക് മറ്റേ ആ തൊട്ട് താഴെയുള്ള മറ്റേ പോസ്റ്റിൻ്റെ താഴെയുള്ള ചെറിയ ചെറിയ മറ്റേ ചെറിയ പുല്ലൊക്കെ ഉണ്ടല്ലോ, അതിനെയൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സംഭവമാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എന്താ പറയുക, അത് ചെറിയ ഡിഫറൻസ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ പിന്നെ വേറെ വെച്ചാൽ വ്യത്യസ്തം വരരുത്. കാരണം ഒരിക്കലും റൗണ്ട് ഷേപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇംഗ്ലീഷ് ചെക്ക് ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഷൻ ഗ്രാഫിക്സ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷാർപ്പ് എഡ്ജ് യൂസ് ചെയ്യണമെങ്കിൽ ഷാർപ്പ് എഡ്ജ് തന്നെ യൂസ് ചെയ്യുക. നമുക്ക് ഒരു ചെറിയൊരു ഇഷ്യൂ വന്നിട്ടുണ്ടാണ്, ഈ ഗ്രീൻ ഇത് സംഭവം ഫ്രണ്ടിൽ കയറി വന്നു. അപ്പോൾ കണ്ടുപിടിക്കുക ഇതിൻ്റെ ഇഷ്യൂ. ഫ്രണ്ടിൽ വന്നതിൻ്റെ കാരണം നമ്മളിതിനെ പിടിച്ചിട്ട് പുറകിലാണല്ലോ, ഈ മൂന്നെണ്ണത്തിനെ പിടിച്ചിട്ട് 3 സെലക്ട് ചെയ്യുക. കാരണം വെച്ചാൽ ഈ പോസ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പോസ്റ്റിൻ്റെ കണ്ടിന്യൂഷനാണ് അടുത്ത പോസ്റ്റ്. അപ്പോൾ ഇതിന് ഈസിയർ പ്രസ് ചെയ്യുക, പുറലോട്ടാക്കി വെച്ച് കൊടുക്കുക. എങ്ങനെ ഉണ്ടെന്ന് നോട്ടെ. ഓക്കെ, പ്ലേ. ഓക്കെ, റാം പ്രിവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ റാം പ്രിവ്യൂവിൻ്റെ പ്രത്യേകിച്ച് ആഫ്റ്റർ എഫക്ട്സിൽ എത്രത്തോളം റാം ഉണ്ടോ അതനുസരിച്ചാണ് ഇത് റാമിൻ്റെ ഈ സ്പീഡ്. അതുകൊണ്ട് നമ്മൾ ഈ മറ്റേ ഈ സോഫ്റ്റ്വെയറിൻ്റെ നമ്മുടെ ഈ പ്രോസസ്സറിൻ്റെ പ്രോസസ്സിങ് പവർ അനുസരിച്ചാണ് ഇത് റാം ആവുന്നത്, ഇത് പ്രിവ്യൂ എടുക്കുന്നത്. ഇതുകൊണ്ട് നല്ല നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനിയിപ്പോൾ എങ്ങനെ എന്താവുമെന്ന്. MD മേക്കിംഗ് 3D TV. MD is making 3D TV professional tutorial. MD dot making 3D TV professional tutorial. ഇത് പ്രൊഫഷണൽ ട്യൂട്ടോറിയൽ 2 സൈഡിലും ചെറിയൊരു വര കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു രസം കിട്ടും. നമുക്ക് ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ആയി നോട്ടെ. റാം പ്രിവ്യൂ അങ്ങനെ നമുക്ക് പ്രിവ്യൂ എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇനി ഒന്നുകൂടെ ചെറിയുണ്ടല്ലോ, എന്താണ് വരാത്തത്? കയറി ബോഡിയിൽ ഇതിൽ കയറി തട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് ഇതിനെ പിടിച്ച് അപ്പോൾ ഇത് സെൻട്രലിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യുന്നത് പിടിച്ച് വിടാം. രണ്ട് സൈഡിലുള്ള രണ്ടെണ്ണത്തിനെയും പിടിച്ച് പാരൻ്റ് ചെയ്യുക. രണ്ടിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ദാണ്ട് ഈ സാധനം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവും അതിൻ്റെ കൂടെ മൂവും. ഓക്കെ, ഇനി സെലക്ട് ചെയ്യുക, ഇതിനെ കുറച്ചുകൂടെ വലുതായി കൊടുക്കാം. കാരണം നല്ലൊരു ഭയങ്കര ചെറുതായിപ്പോൾ ഓക്കെ. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തോന്നുന്നു. കൺട്രോൾ 6 സെലക്ട് ചെയ്യാം. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിടിച്ചിട്ട് കൺട്രോൾ D പിടിച്ചിട്ട് പുറകിലെടുത്ത് വയ്ക്കുക. എല്ലാ സെലക്ട് ചെയ്ത് കുറച്ചും കൂടി ഫ്രണ്ട് എടുത്തിരിക്കാം. ആ വെള്ളം അവരുടെ ഇപ്പുറത്ത് വരണം. ഓക്കെ, എന്നിട്ട് കുറച്ചും കൂടി ഇതിനെ സെലക്ട് ചെയ്യുക, ഇതിനെ ചെറുതാക്കിക്കുക. എന്നിട്ട് ഫാസ്റ്റ് ബ്ലർ വന്നിട്ട്
ഉണ്ട്. ഇതിനകത്ത് ഒപ്പാസിറ്റി കുറച്ചെടുത്താൽ മതി. ഫാസ്റ്റ് ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ ആയി. അപ്പോൾ അതിനെ കുറച്ചിട്ട് ഒപ്പാസിറ്റി ഒരു 50 ആക്കി കൊടുക്കാം. ഇപ്പോൾ ദൂരെ ഇരിക്കുന്നതായിട്ടുള്ള ഫീൽ കിട്ടും. എന്നിട്ട് നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക ഇങ്ങനെ ഉണ്ടോ നോട്ടെ. ഒപ്പാസിറ്റി ക്വാർട്ടറിൽ പ്ലേ ചെയ്ത് റെൻഡർ ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് റെൻഡർ ആവും. അതുകൊണ്ട് അങ്ങനെ കൊടുത്തത്. ഓക്കെ, ക്വാർട്ടറിലായതുകൊണ്ട് ചെറിയ ലൈൻസ് ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ക്വാർട്ടറിലായതുകൊണ്ട് ക്വാർട്ടർ റെൻഡേഴ്സിൽ റെൻഡർ ചെയ്യുന്നുണ്ട്. ഇത് പ്രിവ്യൂ ആണ് കേട്ടോ, പ്രിവ്യൂ ആണ് റെൻഡറാണ്. ഓക്കെ, ജസ്റ്റ് പ്രിവ്യൂ ക്വാളിറ്റി കുറച്ച് നമുക്ക് അനിമേഷൻ എങ്ങനെയുണ്ടെന്ന്, ബേസിക് അനിമേഷൻ എങ്ങനെയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. ഓക്കെ, ഇതിനെ നമുക്കൊരു ഇതിനെല്ലാത്തിനും ഒരു ഫോൾഡറിനകത്ത് എടുത്താൽ ഇതെല്ലാം സെലക്ട് ചെയ്യുക. ഫോൾഡറിനകത്ത് ഫുട്ടേജസ് ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഇതെല്ലാം സെലക്ട് ചെയ്തെടുത്ത് നിൽക്കുക. ഇത് മാത്രം വെളിയിട്ടേക്കാം. എന്നിട്ട് ഫയല് ഡിപ്പെൻഡൻസിൽ കളക്ട് ചെയ്യുക. ഇതിനകത്ത് റെഡ്യൂസ് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഫയൽസ് എല്ലാം ഈ കോമ്പിന് വേണ്ടാത്ത കുറേ ഫയൽസ് അൺവാണ്ടഡ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവും. ഓക്കെ, അതിനാണ് ഇതിന് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, റൈറ്റ് ബട്ടൺ, ടീന് മാത്രം ഗ്രീൻ. ഓക്കെ, ഫയൽ എന്നിട്ട് പ്ലേ. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ പിടിച്ചിട്ട് വേറൊരു കോമ്പിനകത്ത് വെക്കാം. ഇതൊരു കോമ്പിനകത്തായി. ഇതെല്ലാം കൂടെ എല്ലാ അനിമേഷനും കൂടെ ഒരൊറ്റ കോമ്പിനി. നമുക്ക് ഇനി എഡിറ്റ് വയ്ക്കാം. റെൻഡർ P4 എഡിറ്റ്. ഇതിൽ 25 സെക്കൻഡ്, ഒരു 10 സെക്കൻഡ്. ഓക്കെ, നമുക്കൊരു ഇത് വന്ന് പോയതിന് ശേഷം എന്ന് വെച്ചാൽ ഈ 3D എല്ലാ ലെയറും അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഇനി നമുക്ക് താൽക്കാലികമായിട്ട് നമുക്ക് എസ് പ്രസ് ചെയ്യുക. ഏറ്റവും എളുപ്പമുള്ള പൊസിഷൻ അനിമേഷൻ, ചെറിയൊരു മൂവ്മെൻറ്റ്. യെസ്, ചെറിയൊരു മൂവ്മെൻറ്റ് അകത്തോട്ട്. ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കുക. ഇല്ല, ചെറുതായിട്ട് ഓവറായിട്ട് മൂവ് ചെയ്യുന്നത് പ്രസ് ചെയ്യുക. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണം. F9 ഒരു സൈഡിലും പ്രസ് ചെയ്തത്. ഓക്കെ, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ചെറിയൊരു മൂവ്മെൻറ്റ് അകത്തോട്ട് ഇടണം. എന്നിട്ട് 5 നിൽക്കണം. ഓക്കെ, ചെറിയ മൂവ്മെൻറ്റ്, സ്പേസ്, ടിങ് 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 ടിങ്. നല്ല ബ്രേക്സ്. നമുക്കൊരു ഇതിനെ പിടിച്ച് പാരൻ്റ് വെക്കുക. എന്നിട്ട് പൊസിഷൻ അനിമേഷൻ കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിനെ പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. F9 പ്രസ് ചെയ്യുക. എന്നിട്ട് സെലക്ട് ചെയ്യുക ഗ്രാഫിക്സ്, ഗ്രാഫ് എഡിറ്റർ. ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുക. എന്നിട്ട് അതിനെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. അനിമേഷൻ വന്നിട്ട് ഇങ്ങനെ വന്ന് ടെക് 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 ടി വി ചാനലൊന്ന് ഓക്കെ. സോ ഇറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഇപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം. നമുക്കൊരു കാര്യം, ഇതിനെ പ്രൊഫഷണലായിട്ട് ഫുൾ ഡ്രസ്സ് റാമ്പ് റിവ്യൂ അടിച്ചു 0 പ്രസ് ചെയ്യുക. 0 പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റാമ്പ് റിവ്യൂ വരുന്നു. സ്പേസ് പ്രസ് ചെയ്താലും മതി. ഞാൻ 0 പ്രസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് റാമ്പ് റിവ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് മോഷൻ ബ്ലർ എവറിത്തിങ് എല്ലാം ഉൾപ്പെടെ. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം.
രമ്യ പ്രിവ്യൂ ആവട്ടെ. ഇതിൻ്റെ 2 സൈഡിലും ഇതിനെല്ലാം ഡിലീറ്റ് ചെയ്യുക, അവരുടെ ലോക്ക് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് സ്റ്റോപ്പൊന്നുമില്ല, ഇതിൻ്റെ ഈ ഇവിടെ കോംബ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഇത് മാത്രം ഓക്കെ, ഇത് മാത്രം കൊടുക്കട്ടെ. ഇത് നമുക്ക് ആവശ്യമുണ്ട് എഡിറ്റ് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് എന്നിട്ട് ഓപ്പൺ ചെയ്യുക. ടെക്സ്റ്റ് വേരീസ് ടെക്സ്റ്റ് ഓപ്പൺ ചെയ്യുക, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യുക. പ്രൊഫഷണൽ സ്പെല്ലിംഗ്, സോറി മിസ്റ്റേക്ക്, സോളിഡ് യെല്ലോ കളർ, ഓഫ് ചെയ്യുക. മറ്റേ ചെറിയൊരു സെൻറ്ററിൽ ലൈൻ കൊണ്ടുവയ്ക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. വന്നിട്ട് 1 സെക്കൻഡ് വരുമ്പോൾ അനിമേഷൻ വരേണ്ടതാണ്. കുറച്ച് മൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, ലൈൻ വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ചെറുതാക്കാം. കുറച്ചുകൂടെ ചെറുതാക്കാം. എന്നിട്ട് അതിൻ്റെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇപ്പുറത്ത് ഉണ്ടാക്കുക. കുറച്ചുകൂടി നീക്കിക്കുക. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി നീക്കിക്കുക ഇങ്ങോട്ട്. എന്നിട്ട് ഇതിൻ്റെ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ. എന്നിട്ട് ചെറിയൊരു സ്റ്റാർ അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു കൺട്രോൾ ഡി അടിച്ചിട്ട് എന്നിട്ട് കുറച്ചുകൂടെ കൊണ്ട് നീക്കിക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ ഡി അടിക്കുക. എന്നിട്ട് ഇവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് കുറച്ചുകൂടി ചെറുതാക്കുക. കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതിനെ പിടിച്ചിട്ട് മറ്റത്ത് തന്നെയാണോ എന്ന് നോക്കാൻ വേണ്ടി കറക്റ്റാണ്. എന്നിട്ട് ഇതിനെ പിടിച്ച് ഓക്കെ. ഓക്കെ, സെലക്ട് ചെയ്യുക. ഒരു പ്രസ് നീക്കിക്കുക. കാറ്റ് തൊണ്ടിടുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നീക്കിക്കുക. അപ്ഡേറ്റ് മോഡൽ കണ്ട. എന്നിട്ട് കുറച്ചുകൂടെ ഈ മാസ്ക് സെലക്ട് ചെയ്തിട്ടാണ്, എന്നാലേ ആ ലെയർ സെലക്ട് ആവും. എന്നിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടെ നിൽക്കുക. നിങ്ങൾ അറ്റ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ നിൽക്കുക. കുറച്ചുകൂടെ നിൽക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇട്ട് നോക്കാം. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എങ്ങനത്തെ വെച്ചാൽ ഇനി ടെക്സ്റ്റിനാണെങ്കിൽ ഓക്കെ, ഫയലെടുത്ത് ഇൻക്രിമെൻറ്റ്. ഓക്കെ, നമുക്ക് ഇതിന് റെൻഡർ എടുക്കാം. കൺട്രോൾ ചെയ്യാം. ബെസ്റ്റ് സെറ്റിങ്സ് ഇവിടുന്ന് നമ്മൾ ഓൾറെഡി ക്വിക്ക് ടൈം മൂവ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ലോസ്ലെസ് എടുക്കാം. എന്നിട്ട് റെൻഡർ ക്വിക്ക് ടൈം ക്ലിക്ക് ചെയ്യുക. RGB ഓട്ടോ ഫോർമാറ്റ് ഓപ്ഷൻ RS ProRes 444. എന്നിട്ട് ഓക്കെ. നമുക്ക് ProRes എഡിഷൻ ഇതിലായിട്ട് മൈ ഡെസ്ക്ടോപ്പ് MD
MD ജൂൺ പ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ 7-8 ഉണ്ട്. 8 പ്രസ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഓക്കെ എൻ്റർ അടിച്ചാൽ മതി. അപ്പോൾ റെൻഡർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. റെൻഡർ പതുക്കെ റെൻഡർ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ആഫ്റ്റർ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ച് പതുക്കെ റെൻഡർ ആവുന്നതാണ്. ഓരോ ഫ്രെയിമും ഇതിനകത്ത് നിന്ന് ഔട്ടറൊക്കെയാണ് MOV ഫയലായിട്ട്, അതായത് വീഡിയോ ഫയൽസായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു എവരി വൺ. നിങ്ങളെന്തായാലും ഈ ഫയൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഈ ഫയൽസിൻ്റെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക എന്താണെന്നുള്ള കാര്യം. ഇത് ആഫ്റ്റർ എഫക്ട്സ് 2020 ഞാൻ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എല്ലാവരും മറക്കരുത്, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, എന്നിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് പ്രൊഫഷണലായിട്ട് ഞാൻ ഓരോ ട്യൂട്ടോറിയൽ ഞാൻ കംപ്ലീറ്റ് ആയി ചെയ്യുന്നതാണ്. ഓരോ വർക്കുകളും നമ്മൾ പാതിരാത്രിയും ഓരോ ദിവസവും 2 ദിവസവും ചിലപ്പോൾ ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളോളം ഇരുന്നാണ് ഓരോരോ പ്രോജക്റ്റ് എല്ലാവരും ചെയ്യുന്നത്. നല്ലൊരു പ്രൊഫഷണൽ വർക്കാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു പ്രൊഫഷണൽ കമ്പനിയിൽ നിന്ന് ഒരു ഫ്രീലാൻസറിലോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ കോർഡിനേറ്റ് ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യും, ചിലപ്പോൾ ഒരാൾ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കണം, ഓരോ കാര്യങ്ങൾ ശിക്കണം. ഇത് ജസ്റ്റ് പ്രൊഫഷണൽ എനിക്ക് എൻ്റെ മനസ്സിലിപ്പോൾ തോന്നിയത് മാത്രം ഞാൻ ആഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളൂ. നമ്മൾ തുടങ്ങിയത് വേറൊരു കാര്യത്തിൽ, പക്ഷേ ഇപ്പോൾ അവസാനിച്ചത് നമുക്ക് പ്രോജക്റ്റ്, നമുക്ക് എന്താ ഉദ്ദേശം ആ പ്രോജക്റ്റാണ് നമുക്ക് ഒരു കുറച്ചിൻ്റെ രീതിയിൽ, ഒരു വൃത്തിയുള്ള രീതിയിൽ കിട്ടിയെന്നാണ് തോന്നുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ മറക്കരുത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇനിയും പ്രതീക്ഷിക്കുക. ഞാൻ എന്തായാലും നല്ല പ്രൊഫഷണലായിട്ട് ട്യൂട്ടോറിയൽ മാത്രം ഇടുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു വേസ്റ്റായി എന്നല്ലെങ്കിൽ ഇത് ഒരു വേസ്റ്റായി എന്നുള്ളൊരു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വിഷമം വരുന്ന രീതിയിൽ ചെയ്യില്ല. കാരണം എല്ലാവർക്കും നല്ലതായിട്ട് ഉള്ള ഒരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് മാത്രം ഞാൻ മാക്സിമം സെല്ല് ചെയ്യുന്നതാണ്. മീൻസ് ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് മാത്രം ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നതാണ്. നല്ല വർക്ക് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ മാക്സിമം. എല്ലാവർക്കും നന്ദി. താങ്ക് യു എവരി വൺ. നമുക്ക് നോക്കാം. ഇതിനെ മിനിമൈസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് റെൻഡർ ഫയൽ ട്രാക്ക് മെയ് ജൂൺ ഓക്കെ, ജൂണിൽ MD ഇതിനകത്ത് ജൂൺ 8 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഔട്ട്പുട്ട് ഫയലാണ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫയലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ വെരി നൈസ്. കണ്ടോ ഈ ഫയൽ ഏതാണ്ട് ഇത് ഇവിടെ ഒരു ബ്ലൂ കളർ കാണുന്നുണ്ട്. അത് നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാം, എന്താണ് ഇഷ്യൂ എന്ന്. കണ്ടോ നമുക്ക് ഇവിടുന്ന് ഇനിയൊരു കോപ്പി എടുത്ത് ആ സ്ക്രീനിനെ നമ്മൾ ലോക്ക് ചെയ്ത് വയ്ക്കുന്നു. ഈ സ്ക്രീനെ നമ്മൾ ലോക്ക് ചെയ്ത് ഇവിടെ വയ്ക്കുന്നു. ഓക്കെ, ഈ ഫ്രെയിമിലാണ് ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഈ TVക്കാണ് ഇഷ്യൂ. ഓക്കെ, TVയുടെ ഈ സോളോ ഓണാക്കി കൊടുക്കുക. എന്നിട്ട് സോളോ ഫയൽസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓൺ ആക്കി കൊടുക്കുക. അത് ഓൺ ആക്കി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന അടിച്ചിരിക്കുമ്പോൾ സെലക്ഷൻ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഓപ്ഷൻസ് ഓണാവും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഓപ്ഷൻസ് അടയ്ക്കും. ഓക്കെ, അത് അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് മോഷൻ ബ്ലർ ഉണ്ട്. അപ്പോൾ ഈ TVയുടെ ഈ സ്ക്രീനിലാണ് ടോപ്പ് ലെഫ്റ്റ് സൂം ഇവിടെ നോക്കുക. എന്നിട്ട് നമുക്കിവിടെ സ്ക്രീനോടെ ഈ സ്ക്രീനോടെ കുറച്ച് ഫ്രണ്ടിലോട്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനോടെ അതിവിടെ. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കുറച്ച് പുറകിലോട്ടായി കൊടുക്കുക. സ്ക്രീനിൻ്റെ അടുത്തിരിക്കട്ടെ, കുറച്ച് ഫ്രണ്ടിൽ, ഇതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട്, ഇതിൻ്റെ പുറകിൽ സ്ക്രീനിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് ഇത് വെച്ച് ഉണ്ടോ. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. ചെറിയ കുറച്ച് ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്, അവിടെ കുഴപ്പമില്ല. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനെ നമ്മളിപ്പോൾ ഇത് മോഷൻ ബ്ലർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നോക്കട്ടെ. ഓക്കെ, നമ്മൾ മോഷൻ ബ്ലർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പക്ക ക്ലിയറാണ്. പക്ഷേ മോഷൻ ബ്ലറും വേണം, കാരണം ഇവിടെ ബ്ലറില്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഓഫ് അനിമേഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ലെയറിലാണോ ഇഷ്യൂ നോക്കാം. ഓണാക്കി ഇതങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഓണാക്കി നോക്കുക.
ഇതിനകത്ത് ഇതിനങ്ങ് ഓഫ് ചെയ്തെടുക്കുക. കുറച്ച് ഫ്രണ്ടിലോട്ട് നീക്കി വയ്ക്കുക. കറക്റ്റ് ഒരു ബ്ലൂ കളർ ഇഷ്യൂ വരുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ ഇതിനങ്ങ് ഓഫ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോട്ടെ. ഓക്കെ, ഇതിനങ്ങ് ഓഫ് ചെയ്യുക. ഓക്കെ, അവിടുന്ന് ബ്ലൂ, നമുക്ക് ഇതിനെ ബ്ലൂ അല്ല അതിനെ ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ഫയലിൽ നമ്മൾ ബ്ലർ അടിക്കുമ്പോൾ ഇങ്ങനെ ഇഷ്യൂ വരുന്നുണ്ട്. ഈ ഫയലിനെ നമുക്ക് ഒന്ന് അകത്ത് എടുത്തിട്ട് പോവാം. ഏറ്റവും കറ്റതുണ്ട് Ctrl V, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ്, Ctrl ടച്ച്. ഈ ലെയർ ഇങ്ങനെ വന്ന് എഫക്റ്റ് വന്നിട്ട് എഫക്റ്റ് ഇല്ലാ സമയത്ത് നമ്മൾ ഒന്നുമില്ലാത്തപ്പോൾ ബ്ലാക്ക് കളർ ട്രാൻസ്പെറൻസ് ആണ് വന്നത്. പക്ഷേ ട്രാൻസ്പെറൻറ്റ് വേണ്ട, നമുക്കിവിടെ ഓണായി കൊടുക്കാം. എന്നിട്ട് പിന്നെയും അനിമേഷൻ വരും. അത് കഴിഞ്ഞ ശേഷം പിന്നെയും അനിമേഷൻ ഇല്ല. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമ്മളിപ്പോൾ ബ്ലൂ കളർ ഇടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ ഇത് അടുത്ത നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഉണ്ടോ, നമുക്ക് ഇവിടെ നിന്നൊരു ഇത് ഇടാം. എന്നിട്ട് അതിൻ്റെ ബ്ലൂ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ എഫക്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് എഫക്റ്റ് ഇല്ല, പിന്നെ എഫക്റ്റ് ഉണ്ട്, എഫക്റ്റ് ഇല്ല, പിന്നെ എഫക്റ്റ് ഉണ്ട്, പിന്നെ എഫക്റ്റ് ഇല്ല എന്നുള്ള സംഭവം. ഓക്കെ, ഇതിൽ ഓൾറെഡി നമ്മൾ മറ്റേ ഈ ഡാമേജ് എഫക്റ്റ്, മറ്റേ ടി വിയുടെ ഡാമേജ് എഫക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് ടി വി എഡിറ്റ്. ഇതിൻ്റെ ഔട്ട് അങ്ങനെ പറഞ്ഞു നോട്ടെ. ഇത് ഔട്ടാണ്. ഇതെന്ന് വെച്ചാൽ ഈ റെൻഡർ P4 എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഇത് കോമ്പനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മളിവിടെ ഏത് കോമ്പാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ എന്ത് എഡിറ്റിംഗ് ഇത് കോമ്പ് ഏത് ഓപ്പൺ ആയാലും ഇത് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ഇത് ചേഞ്ച് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടിൽ എങ്ങനെ കാണുന്നു എന്നാണ്. ഔട്ട് സൈഡ് കോമ്പിൽ എന്ന് വെച്ചാൽ റെൻഡർ P4 നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് ചേഞ്ച് ചെയ്താലും ഇവിടെ ചേഞ്ച് ആവുള്ളൂ. നോക്കിയോ, ഇപ്പോൾ നോക്കിയോ, കാണിച്ചു തരാം. എനിക്ക് ഇവിടുന്ന് ഈ സാധനത്തിന് മൂവ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ ഒബ്ജക്റ്റ് കാണാൻ പറ്റില്ല. കാരണം ഇത് ഔട്ട് കോമ്പാണ്, റെൻഡർ P4 കോമ്പ്. ഓക്കെ, നമുക്ക് ഇവിടെ വന്നിട്ട് Ctrl Z അടിക്കുക, എന്നാലേ അകത്ത് ഇത് പോവുള്ളൂ. ഓക്കെ, അടുത്തെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിലൊരു കളറുണ്ട്, അതിനെ നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് സ്ക്രീൻ എല്ലാം ഇതിനകത്താക്കി. അപ്പോൾ പുറകിൽ എന്തെങ്കിലും ബ്ലാക്ക് ഉണ്ടെങ്കിൽ സ്ക്രീൻ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ മൂവ് ചെയ്ത് ഇവിടെ അനിമേഷൻ ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ സൈഡിൽ ഉണ്ടോ? ദാറ്റ് ഈസ് നോ ഇഷ്യൂ. P4 ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം മോഷൻ ബ്ലർ കൊണ്ട് ആ എഫക്റ്റിൻ്റെ ഇഷ്യൂ അങ്ങ് മാറി. ഓക്കെ സോ നെക്സ്റ്റ് ഇതിൻ്റെ ഔട്ട്. ഓക്കെ, ഇവിടെ മറ്റേ ഗ്രീൻ ടി വിയുടെ എഫക്റ്റ് ഇരിക്കട്ടെ അല്ലേ, അതൊക്കെ നല്ലത്. നമ്മളിത് മാറ്റണ്ട, ഇങ്ങനെ ഇരിക്കട്ടെ. Ctrl S ലോഡാവാനുള്ള സമയം എടുക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എഫക്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടെന്ന് തോന്നുന്നു. ഇനി നമുക്കിതിനെ റെൻഡർ ചെയ്യാം. Ctrl M, ഇതിനെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബെസ്റ്റ് സെറ്റിങ്സ് ഇതിനെ കൊടുക്കുക. ഇവിടെ കൊടുക്കുക ഓട്ടോ, ക്വിക്ക് ടൈം, RG+α, ഫോർമാറ്റ് ഓപ്ഷൻ, ആപ്പിൾ പ്രോറസ്. ഓക്കെ, MOV, ഫൈനൽ റെൻഡർ. ഓക്കെ, ക്ലിക്ക് ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഒരു ക്ലിക്ക് പോവുക. 16 റെൻഡർ ചെയ്യുമ്പോൾ 16 ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാളിറ്റി കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ 16 കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എൻ്റർ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെ ദാണ്ട് കീബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എസ്കേപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ചെറിയൊരു ഒരു മാർക്കുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാണ് മൗസ് വയ്ക്കുന്നത്, ഇവിടെ മൗസ് വെച്ചിട്ട് ആ കീബോർഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതാവും. ഇവിടെ മൗസ് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാവും. ഇവിടെ മൗസ് വെച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് വലുതാവും. കാരണം പിന്നെ ക്യാപ്സ് ലോക്കും കൂടെ പ്രസ് ചെയ്യാം. ക്യാപ്സ് ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ കാണില്ല. പകരം റെൻഡർ ചെയ്യുമ്പോൾ ഓരോ ഫ്രെയിമും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണ്ടേ, അതങ്ങ് ഓഫാവും. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്പീഡ് മാക്സിമം റെൻഡറിൽ മാത്രം കൊടുക്കാൻ പറ്റും. എനിക്ക് ഡിസ്പ്ലേ കാണേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ പ്രിവ്യൂ കണ്ടതാണ്. ഓക്കെ, നമുക്കിത് വെയിറ്റ് ചെയ്യാം.
ഇനി മുമ്പോട്ടുള്ള നല്ല നല്ല ട്യൂട്ടോറിയൽ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു. Hello everyone, welcome to MT Malayalam Tutorial. Exclusive collection from best brand Brahma Women's Exclusive Wear, Payad, Thiruvananthapuram.